ഹായ് ഗൈസ്, എൻ്റെ പേര് അഞ്ജു. ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബിഗ് അനുഭവം തന്നെയാണ്. ഞാൻ 2014 ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത്. അതിനുശേഷം 2015 ആയപ്പോൾ എനിക്ക് IELTS എന്ന് പറഞ്ഞൊരു മോഹം എൻ്റെ മനസ്സിൽ ഉദിച്ചു. ആ സമയത്ത് IELTS മാത്രമേ അധികമായിട്ടുള്ളൂ. OET ഞാൻ അധികം കേട്ടിട്ടില്ല. എല്ലായിടത്തും അങ്ങനെ അക്സെപ്റ്റഡ് ആയിട്ടില്ല OET. അങ്ങനെ ഞാൻ IELTS പഠിക്കാൻ തീരുമാനിച്ചു. IELTS പഠിച്ചു. ഇംഗ്ലീഷ് ഞാൻ വളരെ ലോ ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് IELTS പഠിച്ചു. പക്ഷേ ഞാൻ എക്സാം എഴുതുമ്പോൾ എപ്പോഴും എനിക്ക് 6.5 കിട്ടത്തുള്ളൂ. ഞാൻ അറൗണ്ട് ഒരു 4 തവണ IELTS എഴുതി. ആദ്യത്തെ 2 തവണ എനിക്ക് എല്ലാ മൊഡ്യൂളിലും 6.5. പിന്നെ എഴുതുമ്പോൾ എനിക്ക് ലിസണിങ് കയറാൻ തുടങ്ങി, റൈറ്റിംഗ് കയറാൻ തുടങ്ങി. സ്പീക്കിംഗ് 6.5 തന്നെ കിട്ടത്തുള്ളൂ. എനിക്കറിയില്ല, ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണോ എന്താണെന്നറിയില്ല. പക്ഷേ എൻ്റെ റീഡിങ് എപ്പോഴും 6. അത് കയറത്തേ ഇല്ല. ഞാനങ്ങനെ അത് ഉപേക്ഷിച്ചു. ആ മോഹം അങ്ങ് ഉപേക്ഷിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സൗദി MOH കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ഓർത്ത് എന്നാൽ സൗദിക്ക് പോയി 2021 സൗദിക്ക് പോകുന്നത്. ആ സമയത്ത് അത്യാവശ്യം OET നല്ല ഹൈക്കായി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ OET പഠിച്ചു. ഒരു 2022 ആയപ്പോൾ ഞാൻ OETക്ക് ഫസ്റ്റ് ഡേറ്റ് എടുത്തു. സ്വന്തമായി ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നമുക്ക് OETക്ക് വലിയ ബേർഡനായിട്ട് തോന്നിയില്ല. അങ്ങനെ OET ഡേറ്റ് എടുത്തു. OET എക്സാം എഴുതി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫസ്റ്റ് OET എക്സാം ഡേറ്റിൻ്റെ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നൊരു ദിവസമായിരുന്നു. അങ്ങനെ എൻ്റെ സ്കോർ വന്ന് എല്ലാം C+ ആയിപ്പോയി. അങ്ങനെ എനിക്ക് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ എഗെയിൻ താമസിക്കാതെ അടുത്തൊരു ഡേറ്റ് എടുത്തു. ഞാൻ നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്തായിരുന്നു ആ ഡേറ്റ് എടുത്തത്. അങ്ങനെ പോയി ഡേറ്റ് എടുത്തു. എക്സാം എഴുതി. എക്സാം ഭയങ്കര ടഫായിരുന്നു. റിസൾട്ട് വരുന്ന ദിവസം സൗദി അറേബ്യയിൽ ഡ്യൂട്ടിക്ക് കയറിയ സമയം